നമുക്കിന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ബ്രിക്ക് മാസൺറി എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ബ്രിക്ക് മാസൺറി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്സ് ആൻഡ് നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്സ് എന്ന് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 19 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ ആണ്. അതാണ് സ്റ്റാൻഡേർഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോമിനൽ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മോട്ടാർ തിക്നെസ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സൈസ് നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്സ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് ആൻഡ് നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്സ്. ഇനി അടുത്ത നമ്മൾ ടെക്നിക്കൽ ടേംസ് ഫെമിലിയറൈസ് ചെയ്യാം ബ്രിക്ക് മാസൺറിയുടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സ്ട്രക്ചർ കോഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ദീസ് ആർ സ്ട്രക്ചേഴ്സ്. അതായത് നമ്മളൊരു എലിവേഷൻ വോളിന്റെ എലിവേഷൻ നോക്കുമ്പോൾ ആ ഒരു ബ്രിക്കിന്റെ ലോങ്സ്റ്റ് ഫേസ് ആണ് എലിവേഷനിൽ കാണുന്നതെങ്കിൽ അതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ആ ഒരു കോഴ്സിനെ അപ്പോൾ അതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹെഡർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിന്റെ എലിവേഷൻ ഒരു വോളിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ആ കാണുന്നത് അതിന്റെ ഷോർട്ടസ്റ്റ് ഫേസ് ഓഫ് ദ ബ്രിക്ക് ആയിരിക്കും നമ്മൾ ആ ഒരു എലിവേഷനിൽ കാണുന്നത്. ദിസ് ലൈക്ക് ദിസ്. ഓക്കെ, അതാണ് എന്ത് ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോഴ്സ് എന്താണെന്ന് നോക്കാം. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ദി ബ്രിക്ക്. ആ ഒരു നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്നതിന്റെ ഹൊറിസോണ്ടൽ ലെയേഴ്സിനാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ കോഴ്സസ്. ഓക്കെ, ഇതാണ് കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളപ്പോൾ ഹെഡർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോഴ്സ് ലേ ചെയ്യുന്നതെങ്കിൽ അതിനെ ഹെഡർ കോഴ്സ് എന്ന് പറയും. സ്ട്രക്ചർ വെച്ചിട്ടാണെങ്കിൽ സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയും. സോ ദീസ് ആർ സ്ട്രക്ചർ കോഴ്സ് ആൻഡ് ദീസ് ആർ ഹെഡർ കോഴ്സ്. ഓക്കെ, ഇനി പറയാനുള്ളത് ബെഡ് ആണ്. ഓക്കെ, അപ്പോൾ ബെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ലോവർ പാർട്ട് ഓഫ് ദി ബെഡ് എന്ന് പറയുന്നത് ഇസ് എ ലോവർ സർഫസ് ഓഫ് ദ ബ്രിക്ക് വെൻ ലേഡ് ഫ്ലാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോവർ സർഫസിനാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പെർപെൻഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ജോയിന്റ്സ്. ആ ഒരു വെർട്ടിക്കൽ ജോയിന്റ്സ് രണ്ട് ബ്രിക്സ് നമ്മൾ ചെയ്യുമ്പോൾ അഡ്ജോയിനിങ് ബ്രിക്സ് നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു വെർട്ടിക്കൽ ജോയിന്റ് ആണ് പെർപെൻഡ് എന്ന് പറയുന്നത്. പിന്നെ അറൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എഡ്ജ് ഫോം ചെയ്യുന്ന ഡ്യൂ ടു ദി ഇന്റർസെക്ഷൻ. ആ ഒരു രണ്ട് ബ്രിക്കിന്റെയും പ്ലെയിൻ സർഫസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഡ്ജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അരിസ് എന്ന് പറയുന്നത്. ദെൻ പറയാനുള്ളത് ലാപ്പാണ്. ലാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സക്സസീവ് കോഴ്സ് ആണ്. ഇതിന്റെ വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനാണ് ലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ ഒരു ടെക്നിക്കൽ ടേംസ് ഒക്കെ തീർന്നിട്ടില്ല. ഇനി അടുത്ത നെക്സ്റ്റ് ഇനി അത് ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ഇൻഡന്റേഷൻ ഓഫ് ഡിപ്രഷൻ. ഈ കാണുന്ന ഒരു ഡിപ്രഷൻ കണ്ടോ, ആ ഒരു ഡിപ്രഷൻ നമ്മൾ ബ്രിക്കിൽ ടോപ്പ് സർഫസ് ഓഫ് ദ ബ്രിക്കിൽ കൊടുക്കുന്നതിനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്യോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു കോർണർ സ്റ്റോൺസിനെയാണ് നമ്മൾ ബ്രിക്കിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ബ്രിക്ക് മേസൺറി അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറിയിലാണെങ്കിലും കൊടുക്കുന്ന ആ ഒരു എന്താണ് കോർണർ സ്റ്റോണിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്യോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ അടുത്തത് നമ്മൾ ഇനി പരിചയമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടാണ് ക്ലോസർ. അപ്പോൾ ക്ലോസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീസ് ആർ ദി ടൈപ്സ് ഓഫ് ക്ലോസേഴ്സ്. ഓക്കെ, അപ്പോൾ ക്ലോസറിന്റെ ഒരു എന്താ പറയുക ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എ പോർഷൻ ഓഫ് എ ബ്രിക്ക് യൂസ്ഡ് ടു ക്ലോസ് അപ്പ് ദ ബോണ്ട് അറ്റ് ദി എൻഡ് ഓഫ് എ ബ്രിക്ക് കോഴ്സ് ഈസ് കോൾഡ് ക്ലോസർ. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഇങ്ങനെ വെച്ച് പോകുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഫുൾ ലെങ്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളത് ക്ലോസ് വയ്ക്കുമ്പോൾ നമ്മൾ ബോണ്ട് പഠിക്കുമ്പോൾ ആ സ്ട്രെച്ച് ബ്രിക്കിന്റെ ബോണ്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കുറച്ചുകൂടി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്നല്ലെങ്കിൽ ഹാഫ് ആക്കും, അല്ലെങ്കിൽ അതിനെ എന്താക്കും 3/4 ആക്കും. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോസർ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഫുൾ ബ്രിക്ക്. ഓക്കെ, അപ്പോൾ ഫുൾ ബ്രിക്കിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂണിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതിനാണ് ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വീൻ ക്ലോസർ എന്ന് പറയുമ്പോൾ എന്താണ് ഹാഫ് വിഡ്ത്തേ ഉള്ളൂ. ഓക്കെ, ഫുൾ ലെങ്ത് ഹാഫ് വിഡ്ത്ത്. ഒരു ഫുൾ ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹാഫ് വിഡ്ത്ത് ഫുൾ ലെങ്ത്, അതാണ് ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടർ ക്വീൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിട്ടിയ ക്വീൻ ക്ലോസറിനെ ഒന്നും കൂടെ ഹാഫ് ആക്കുന്നതിനെയാണ് ക്വാർട്ടർ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി കിങ് ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എൻഡിൽ ഫുൾ വിഡ്ത്ത് ഉണ്ട്, പക്ഷേ അടുത്ത എൻഡിൽ എന്താണ് ഹാഫ് വിഡ്ത്തുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ക്ലോസറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ആർ ദി കിങ് ക്ലോസർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈ പറയുന്ന ഒരു കട്ട് ചെയ്തേക്കുന്നത് ഹാഫ് ഓഫ് ദി ലെങ്ത് കട്ട് ചെയ്തു, ഇവിടെ ഫുൾ ഹാഫ് വിഡ്ത്ത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ബിബിൾഡ് ക്ലോസർ എന്ന് പറയുന്നത് വൺ സൈഡിൽ ഫുൾ വിഡ്ത്ത് ഉണ്ട്, അടുത്ത സൈഡിൽ എന്താണ് ഹാഫ് വിഡ്ത്ത് ഉള്ളൂ. അത് ഫുൾ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ആ ഒരു ഫുൾ ലെങ്ത് കട്ട് ചെയ്തേക്കുവാണ്. അതിനാണ് ബിബിൾഡ് എന്ന് പറയുന്നത്. കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ലെങ്ത്തിന്റെ ഹാഫിൽ നിന്ന് തുടങ്ങി ആ ഒരു ബ്രെഡ്ത്തിന്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്യുന്നത്. ഇത് ഫുൾ ലെങ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനാണ് ബിവൽഡ് എന്ന് പറയുന്നത്. ഇനി മിഡ്രോഡ് ക്ലോസർ എന്ന് പറയുന്നത് നമ്മൾ ഫുൾ വിഡ്ത്ത് കട്ട് ചെയ്യണം. ഓക്കെ,
ഇവിടെ നമ്മൾ ഫുൾ വിഡ്ത്ത് ആണ് കട്ട് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഒരു ഫുൾ വിഡ്ത്ത് ഉണ്ട്, ബട്ട് ഇവിടെ നെക്സ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു ഫുൾ വിഡ്ത്ത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കട്ടിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോസർ, അല്ലെങ്കിൽ ഇത്രയും ക്ലോസേഴ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ബാറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബാറ്റ് നേരത്തെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിലും കട്ട് ചെയ്ത് ഹിയർ വി ആർ കട്ടിങ് അക്രോസ് ദ വിഡ്ത്ത്. ഓക്കെ, അക്രോസ് ദ വിഡ്ത്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ക്ലോസറിൽ അല്ലെങ്കിൽ ക്വീൻ ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹാഫ് ഓഫ് ഒരു ഫുൾ ബ്രിക്കിന്റെ ഹാഫ് വിഡ്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഹാഫ് ലെങ്ത് ഉള്ളൂ. ഒരു ബ്രിക്കിന്റെ ഹാഫ് ലെങ്തിനാണ് എന്ത് ഹാഫ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ബ്രിക്കിന്റെ 3/4 ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത് 3/4 ബാറ്റ് എന്ന് പറയുന്നത്. ഇനി ബിബിൾഡ് ബാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഹാഫ് വിഡ്ത്തിൽ നിന്ന് ഹാഫ് ലെങ്ത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആംഗിൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിനാണ് ബിബിൾഡ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് അടുത്തത് ഇനി പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് ബേസ്ഡ് ഓൺ ഷേപ്പ്. സോ ഇതിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിംഗിൾ ബുൾനോസ് ഉണ്ട്, ഡബിൾ ബുൾനോസ് ഉണ്ട്, ദെൻ കൗനോസ് അല്ലെങ്കിൽ ബുൾ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സിംഗിൾ ബുൾനോസ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് മാത്രമാണ് എന്ത് ഒരു എഡ്ജ് മാത്രം കേർവ്ഡ് ആണ്. ഡബിൾ ബുൾനോസ് പറയുമ്പോഴത്തേക്കും രണ്ട് എഡ്ജ് കേർവ്ഡ് ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് എഡ്ജ് കേർവ്ഡ് ആണ്. ആൻഡ് ബുൾ ഹെഡ് കൗനോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈഡിൽ തന്നെയുള്ള രണ്ട് എഡ്ജ് എന്താണ് കേർവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ കൗനോസ് നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബുൾനോസ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഫിഗർ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ക്വിൻറ്റ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് ഈ ഒരു രണ്ട് സെക്ഷനിൽ ആംഗിൾസ് ഫോം ചെയ്ത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് ഒരു നിർത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുക സ്ക്വിൻ ബ്രിക്ക് എന്ന് പറയുക. പിന്നെ ഡോഗ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്, ഡോഗ് ലെഗ്. ഓക്കെ, ഡോഗ് ലെഗ് എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഡോഗ് ലെഗ് അതിനെ റിസംബിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഡോഗ് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷേപ്സും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദി സിംഗിൾ ബുൾനോസ്, ഡബിൾ ബുൾനോസ് ആൻഡ് ബുൾ ഹെഡ്. ഓക്കെ, ബുൾ ഹെഡിന് നമ്മൾ കൗനോസ് എന്നും കൂടി പറയും. ആൻഡ് ബാക്കി എല്ലാത്തിൻ്റെയും ഷേപ്പും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്സ് ഓഫ് ബ്രിക്സ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ബ്രിക്സ് മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ് ആണ്. പിന്നെ അതുപോലെ തന്നെ പെർഫറേറ്റഡ് ബ്രിക്സ് ഉണ്ട്, പേവിംഗ് ബ്രിക്സ് ഉണ്ട്, പിന്നെ ഹോളോ ബ്രിക്സ്, പിന്നെ കർവ്ഡ് സെക്ടർ, അതുപോലെ തന്നെ ചാനൽ ബ്രിക്സ്. ഓക്കെ, കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന ഒരു നമ്മൾ സ്റ്റോൺ മാസറി പഠിക്കുമ്പോൾ ഒന്നുകൂടെ പഠിക്കും. ഓക്കെ, അപ്പോൾ കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഏറ്റവും ഇതിന്റെ എല്ലാത്തിൻ്റെ ടോപ്പിൽ കൊടുക്കുന്നതാണ് കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ. ഇതാണ് കൗനോസ് ബ്രിക്സ്. രണ്ട് എഡ്ജിലും ഒരു സൈഡിലെ രണ്ട് എഡ്ജിലും ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ പറയുന്നത് കൗനോസ് എന്ന് പറയുന്നത്. കൗനോസും ബുൾനോസും മാറിപ്പോകരുത്. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഇതൊക്കെ. ഓക്കെ, സോ നമ്മൾ നേരത്തെ ബ്രിക്കിന്റെ അത് ഡിസ്കസ് ചെയ്തപ്പോൾ പെർഫറേറ്റഡ് ബ്രിക്സിന്റെ ഒക്കെ കംപ്രസീവ് സ്ട്രെങ്ത് പഠിച്ചിരുന്നു പേവിംഗ് ബ്രിക്സിന്റെ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പെർഫറേറ്ററിന്റെ 7 Nm/mm² ആയിരുന്നു, പേവിംഗ് ബ്രിക്സിന്റെ ഗ്രേറ്റർ ദാൻ 14 Nm/mm² ആയിരുന്നു. ഓക്കെ, അടുത്തത് ഇനി ബോൺസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ബോൺസ് ഇൻ ബ്രിക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ബോണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഈ ഒരു എലിവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് നമ്മൾ ഫുൾ സ്ട്രക്ചർ ആണ്, അല്ലെ ലെങ്ത് ആണ്, ലോങ്സ്റ്റ് ഫേസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വയ്ക്കുന്നതിന് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു എന്ന് വെച്ചാൽ ഇതൊരു ഹാഫ് ബ്രിക്ക് തിക്ക് വോൾ ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു ബ്രിക്കിന്റെ തിക്നെസ് എന്ന് ആക്ച്വലി നമ്മളൊരു വോളിന്റെ ഭിത്തിന്ന് തിക്നെസ് എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ വരും. പക്ഷേ ഇവിടെ എന്താണ് 9 സെന്റിമീറ്റർ ആ ഒരു വിഡ്ത്ത് ആ ഒരു തിക്നെസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഹാഫ് ബ്രിക്ക് തിക്ക് വോൾ എന്ന് പറയാൻ കാര്യം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്രിക്ക് തിക്ക് ആണ്. ഓക്കെ, ദെൻ ഹെഡർ ബോണ്ട്. അപ്പോൾ ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം എന്താണ് ഹെഡർ ഫേസ്, അതായത് ഒരു ഷോർട്ടസ്റ്റ് ഫേസ് നമുക്ക് എലിവേഷനിൽ കാണുന്നതിനാണ് ഹെഡർ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നതിനാണ് ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത് 1 ബ്രിക്ക് തിക്ക് ആയിരിക്കും. കാരണം ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ആണ് ഈ ഒരു ലെങ്ത് നമുക്ക് വിഡ്ത്ത് കിട്ടുക. അപ്പോൾ വോളിന് നമുക്ക് 1 ബ്രിക്ക് തിക്ക് ആയിട്ടുള്ള വോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് 1 ബ്രിക്ക് തിക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം ഓൾട്ടർനേറ്റ് കോഴ്സസിൽ സ്ട്രക്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും ഇങ്ങനെ വെച്ച് പോകുന്നതിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ്ട് എന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് ബോണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ടിൽ നമുക്ക് നോക്കി ഈ ഒരു അറേഞ്ച്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾക്ക് ഒരു ലെയറിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോഴ്സിൽ തന്നെ ആദ്യം സ്ട്രക്ചർ വെച്ചു, പിന്നെ ഹെഡർ വെച്ചു, പിന്നെ സ്ട്രക്ചർ വെച്ചു, പിന്നെ ഹെഡർ വെച്ചു, അങ്ങനെ ഒരു ലെയറിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് പോകുന്നതിനാണ് ഇതെന്ന് പറയുന്നത് ഫ്ലെമിഷ് ബോണ്ടിൽ. ബട്ട് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റ് കോഴ്സസിലാണ് സ്ട്രക്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. നൗ അടുത്തത് അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ബെറ്റർ അപ്പിയറൻസ് ഏതാണെന്ന് വെച്ചാൽ ഫ്ലെമിഷ് ബോണ്ടാണ്.
ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നേരത്തെ ഫ്ലെമിഷ് ബോണ്ടിന്റെ കൂടെ തന്നെ ഫ്ലെമിഷ് ബോണ്ട് പോലെ തന്നെ, പക്ഷേ ഡിഫറൻസ് പറഞ്ഞാൽ 1.5 ബ്രിക്ക് തിക്ക് വോൾ ആയിരിക്കും. മറ്റേ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്രിക്ക് തിക്ക് ആയിരുന്നു, പക്ഷേ ഇവിടെ നോക്കിയാൽ അറിയാം ഇത് 1.5 ബ്രിക്ക് തിക്ക് വോൾ ആയിട്ടാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഗാർഡൻ വാൾ ബോണ്ടാണ്. അപ്പോൾ ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതും ഇംഗ്ലീഷ് ബോണ്ടായിട്ട് നമ്മൾ ഗാർഡൻ ബോളും ഉണ്ട്, അതുപോലെ ഫ്ലെമിഷ് ഗാർഡൻ ബോളും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ബോണ്ടിന്റെ കാര്യം പറഞ്ഞു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് കോഴ്സസിൽ, അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസിലാണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 4 ലേയേഴ്സ് ഹെഡേഴ്സ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു സ്ട്രെച്ചർ ബോണ്ട് വരുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഗാർഡൻ ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാർഡൻ അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പൗണ്ട് വാൾസിന്റെ കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ സാധാരണ ബിൽഡിങ്ങിന്റെ വാൾ കൺസ്ട്രക്ഷൻ ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ 3 to 4 ലേയേഴ്സ് അല്ല 1 to ഒരു നമുക്കറിയാം ഒരു ലെയറിൽ തന്നെ സ്ട്രക്ചർ ഹെഡും വെച്ച് പോകണം. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വെക്കാണ്ട് ഒരു 3 to 4 ഹെഡേഴ്സ് വെച്ചിട്ട് പിന്നെ ആയിരിക്കും സ്ട്രക്ചർ വെക്കുന്നത്. അങ്ങനെ പോകുന്നതിനും ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാനുള്ളത് ടൂത്തിങ് ആൻഡ് ബ്രേക്കിംഗ് ബാക്ക് ആണ്. അപ്പോൾ ആക്ച്വലി ടൂത്തിങ് ആൻഡ് ബ്രേക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ദിവസത്തേക്ക് എന്താ പറയുക, അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തലേന്നത്തെ ആ ഒരു ബോണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ബോണ്ട് നല്ലൊരു പെർഫെക്റ്റ് ബോണ്ടിങ്ങോടുകൂടി നമുക്ക് അത് പ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്ന തലേദിവസം നമ്മൾ വർക്ക് നിർത്തുന്ന ആ ഒരു അറേഞ്ച്മെന്റിനാണ് ടൂത്തിങ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൂത്തിങ് ഈ പറയുന്ന ബ്രേക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്ഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെന്റിലായിരിക്കും, ഒരു സ്റ്റെപ്ഡ് ഫാഷനിലായിരിക്കും നിർത്തുന്നത്. അപ്പോൾ അതിനാണ് ബ്രേക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ഇനി ടൂത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്ത്, അതായത് ആ കോർണറിൽ നമ്മൾ ഏറ്റവും എൻഡിൽ വെച്ചേക്കുന്ന ബ്രിക്സിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്ത്, അതായത് ഓൾട്ടർനേറ്റ് പ്രൊജക്ഷൻ ആയിട്ട് കൊടുക്കുന്നതിനാണ് ടൂത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് കോഴ്സ് നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിർത്തും, അതിനാണ് ടൂത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും മാറിപ്പോണ്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിക്ക് മേസൺറി. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.